തുടക്കം, വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം എന്നുള്ള അച്ഛനുണ്ട്. വെൽക്കം ടു FFA വിത്ത് അസുലിലേക്ക് എല്ലാവർക്കും തുടക്കം പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ട് വിസ്മയ മോഹൻലാലിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാനിടയായിട്ടുണ്ട്. ചിലരുടെയെങ്കിലും മനസ്സിൽ എന്തുകൊണ്ട് മോഹൻലാൽ സ്വന്തം മക്കളുടെ കാര്യത്തിൽ ഇത്രത്തോളം ശ്രദ്ധ പുലർത്തുന്നില്ല എന്നൊക്കെ മനസ്സിൽ നമുക്ക് തോന്നിയിട്ടുണ്ടാവും. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സിനിമയെ സമീപിക്കുന്നത്. അതിൻ്റെയായിട്ട് ഞാൻ പോയി കണ്ടു. പടം അതിഗംഭീരം. നിങ്ങളും പല സ്ഥലത്തും വണ്ടറടിക്കും. ഇതിൻ്റെ കഥ കേട്ട് കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട് നെഗറ്റീവായിട്ട്, ക്ലീശയാണ്, ഇത് സ്ഥിരമുള്ളതാണ്, തമിഴിലുള്ളതാണ്, മലയാളത്തിന് മുമ്പ് വന്നിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞാലും ഇതിനെ ട്രീറ്റ് ചെയ്തേക്കുന്ന ഒരു രീതിയുണ്ട്. പടം നമ്മൾ കണ്ടിരിക്കും. ഇൻ്റർവെല്ലിൽ നമുക്ക് ടെൻഷനായി. അന്നത്തെ ആ സംഭവം അച്ഛനിനി ഓർക്കണ്ട, അന്നൊരു തെറ്റ് പറ്റി, ഇനി അതുണ്ടാവില്ല. തന്നെ നമ്മൾ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ, നിങ്ങൾക്ക് ആരാണെന്നുള്ളത് മനസ്സിലാവില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. ജൂഡ് ആൻ്റണി എന്നുള്ള പ്രതിഭയായിട്ടുള്ള ഒരു ഡയറക്ടറാണ്. This is not a crime thriller, this is a family drama, plus there is a bit part of thrilling scenes. ഈ ഫിലിം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ കുറച്ച് ഇൻ്റർവ്യൂസിൽ വിസ്മയ മോഹൻലാലിൻ്റെ ആറ്റിറ്റ്യൂഡ്, Hi Vismaya, I'm sitting right here. Okay. So ഒരു പക്ഷേ അഭിനയമാണോ എന്ന് വരെ തോന്നിപ്പോകുന്ന തരത്തിലാണ് സെക്കൻഡ് ഹാഫിൽ ഒരു പർട്ടിക്കുലർ രംഗം കഴിയുമ്പം അവരുടെ മാറ്റം, നമുക്ക് ഫേസിലുണ്ടാകുന്ന മാറ്റം, അവർ ഓരോ കാര്യങ്ങളിൽ ഫേസ് എക്സ്പ്രഷൻ കൊടുക്കുന്നത് ഒക്കെ നമുക്ക് നോക്കുമ്പം ഒരു പക്ഷേ ഈ പ്രൊമോഷന് വേണ്ടി ഇവരിങ്ങനെ ആയതാണോ എന്ന് വരെ സംശയിച്ച് പോകുന്ന തരത്തിലാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും സ്പോയിലറായി പോകും. നേരെ പോയി ഫിലിം കാണും, എന്തായാലും പിന്നെ എൻ്റർടൈൻ ആവും.